കർത്താവിന്റെ വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് തുയഥൈര സഭയെ കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലാണ് തുയഥൈര സഭയുടെ ദൂത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ചർച്ചിനെ കുറിച്ച് പഠിക്കുമ്പോൾ മാലിന്യം സംഭവിച്ച സഭയാണ് തുയഥൈര സഭ, ഫിൽത്തി ചർച്ച്. തുയഥൈര പട്ടണം എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ക്യാമ്പായിരുന്നു. അതുപോലെ കമ്പിളി വസ്ത്രങ്ങളുടെ ബിസിനസ് കേന്ദ്രമായിരുന്നു. ദി സിറ്റി വാസ് എ മിലിറ്ററി ക്യാമ്പ് ആൻഡ് ബിസിനസ് സെന്റർ ഓഫ് വൂളൻ ക്ലോത്ത്സ്. തുയഥൈര എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരാളുടെ പേര് ഓടി വരും. അതാരാന്ന് പറയാമോ? തുയഥൈര എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരാൾ നമ്മുടെ മനസ്സിൽ ഓടി വരും. അതാരാന്ന് പറയാമോ? നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ്. VP1 പാസ് ഫസ്റ്റ് അടിച്ചു. ലുദിയയുടെ പേര് നമ്മുടെ മനസ്സിൽ വരും. ലുദിയ ആരായിരുന്നു? അപ്പോസ്തല പ്രവൃത്തി 16-14 പേരെ ഒന്ന് വായിച്ചു. രക്താംബരം. അതെ, 16-14 വായിച്ചു. തുയഥൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. അന്നേരം ലുദിയയുടെ ജോലി ഒരു ബിസിനസ് പേഴ്സൺ ആയിരുന്നു. എന്തായിരുന്നു? രക്താംബരം അതായത് കമ്പിളി വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു ബിസിനസ്സുകാരിയായിരുന്നു. സൂര്യദേവനായ അപ്പോളോയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രം ഈ തുയഥൈര പട്ടണത്തിലുണ്ടായിരുന്നു. അവര് സൂര്യദേവനെ വിളിക്കുന്ന പേരാണ്, തുയഥൈരയിലുള്ളവര് സൂര്യദേവനെ വിളിക്കുന്ന പേരായിരുന്നു അപ്പോളോ. അന്നേരം നമ്മുടെ നാട്ടിൽ അപ്പോളോ ഹോസ്പിറ്റൽസ് ഉണ്ട്, അപ്പോളോ ട്രേഡേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ തുയഥൈര പട്ടണത്തിൽ അപ്പോളോ എന്ന് പറയുമ്പോൾ അത് സൂര്യദേവനാണ്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിഗ്രഹാരാധനയും അസാൻമാർഗികത്വവും അനവധി ആ പട്ടണത്തിലുണ്ടായിരുന്നു. തുയഥൈര പട്ടണം എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണമാണ്, സ്മോൾ സിറ്റിയാണ്. പക്ഷേ ദൈവം ആ ചെറിയ പട്ടണത്തിലെ സഭയ്ക്ക് കൊടുത്ത ദൂത് നോക്കുമ്പോൾ മറ്റ് 6 സഭകൾക്ക് കൊടുത്ത ദൂതിനേക്കാൾ വളരെ ലെന്തിയായിട്ടുള്ള ദൂതാ കൊടുത്തത്. ദീർഘമായ മെസ്സേജാണ് തുയഥൈര സഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീർന്നത്. ഈ അസാൻമാർഗിക പട്ടണത്തിൽ കള്ളപ്രവാചകന്മാർ നുഴഞ്ഞ് ദൈവസഭയ്ക്കകത്ത് കയറി, ഫാൾസ് പ്രൊഫറ്റ്. അത് മനസ്സിലാക്കിയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ തുയഥൈര സഭയുടെ മുമ്പിൽ വെളിപ്പെടുന്നത് മറ്റ് സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടതുപോലല്ല. 2:18 വായിച്ചേ. തുയഥൈര സഭയുടെ ദൂതൻ എഴുതുക: അഗ്നിജാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. ആമേൻ.
ദൈവപുത്രൻ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ആരാണെന്ന് അസന്നിഗ്ധമായി ദ്വൈതര പഠനത്തിൽ പറയുകയാണ്. വെളിപാട് പുസ്തകത്തിൽ ഇവിടെ മാത്രമേ ദൈവപുത്രൻ എന്നുള്ള പദം നമ്മൾ കാണുന്നുള്ളൂ. സൺ ഓഫ് ഗാഡ്. അതിനാൽ സഭയുടെ മ്ലേച്ഛതയുടെ ആഴവും വിശ്വാസികൾ കൈക്കൊള്ളേണ്ട സത്വര നടപടികളുടെ ആവശ്യകതയും ഇവിടെ വ്യക്തമാക്കുകയാണ്. ദൈവസഭയ്ക്കകത്ത് വന്ന മ്ലേച്ഛതയുടെ ആഴം ജനം തിരിച്ചറിയണം. തിരിച്ചറിയുക മാത്രമല്ല, തുടർന്ന് കൈക്കൊള്ളേണ്ട നടപടി ആവശ്യകതയും അർജൻസി ഇവിടെ ദൈവപുത്രനായ കർത്താവ് വ്യക്തമാക്കുകയാണ്. തുയത്തേര എന്ന പട്ടണത്തിന്റെ ഇപ്പോഴുള്ള പേരെന്ന് പറയുന്നത് അഖ്ഹിസർ എന്നാണ്. AKHISAR. AKHISAR. അഖ്ഹിസർ. ഏഷ്യ മൈനറിലുള്ള പഴയ പട്ടണങ്ങളെല്ലാം നശിച്ചുപോയി. എന്നാൽ ഈ ദുയത്തേർ അല്ലെങ്കിൽ അൽഹിസാർ എന്ന ഈ പട്ടണത്തിൽ തുർക്കികളും അർമേനിയക്കാരും ചുരുക്കം ചില ക്രിസ്ത്യാനികളും ഇന്നിവിടെ താമസിക്കുന്നു. ഇപ്പം ദുയത്തേര പട്ടണത്തിൽ ഇപ്പോൾ ഉള്ളത് ആരൊക്കെയാണ്? തുർക്കികളുണ്ട്, അർമേനിയക്കാരുണ്ട്, കുറച്ച് ക്രിസ്ത്യൻസ് ഉണ്ട് അവിടെ. ഈ പട്ടണം പിന്നോക്ക സ്ഥിതിയിൽ തുടരുന്നൊരു പട്ടണമാണ്. നേരത്തെ വലിയ ബിസിനസ് സെന്റർ ആയിരുന്നു, വെൽത്തി സിറ്റി ആയിരുന്നു. ഇപ്പോൾ ഒരു പൂവർ സിറ്റിയാണ്. എന്നിട്ട് അവിടെ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയോട് കർത്താവ് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. 22-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം വായിക്കാമോ? 22-ാമത്തെ വാക്യം 2-ാം ഭാഗം. വലിയ അവളുടെ നടപ്പ് വിട്ടു മാനപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും മാനസാന്തരപ്പെടാതിരുന്നാൽ തുയത്തേര സഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ നിന്നെ വലിയ കഷ്ടതയിൽ ആക്കും. I will cast you into great tribulation except you repent. അടിസ്ഥാന ഉപദേശങ്ങളിൽ മാലിന്യം ഭവിച്ച ഒരു കാലഘട്ടത്തിലാണ് തുയത്തൈര സഭ നിലനിന്നിരുന്നത്. അവൾ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് ആ പട്ടണം വലിയ നാശത്തിലായി പോകാനിടയായി തീർന്നു. നമുക്കറിയാം, 7 സഭകൾക്കുള്ള ദൂതാണല്ലോ 2-3 അധ്യായങ്ങളിൽ കാണുന്നത്. ആദ്യത്തെ 3 സഭകൾ ന്യായവിധിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ തുയഥൈര മുതൽ ലവോദിക്ക വരെയുള്ള സഭകൾക്കുള്ള ദൂതിന്റെ ഒരു പ്രത്യേകത, കർത്താവിന്റെ വരവിനെ അത് എംബസൈസ് ചെയ്ത് പറയുന്ന ദൂതുകളാണ് തുയഥൈര മുതൽ ലവോദിക്ക വരെയുള്ള സഭകൾക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ദൂതെന്ന് പറയുന്നത്.
കർത്താവിന്റെ വരവിന് ശക്തമായി ഊന്നൽ നൽകുന്ന മെസ്സേജാണ്. തുയഥേര എന്ന വാക്കിന്റെ അർത്ഥം സുഗന്ധയാഗം എന്നാണ്, അല്ലെങ്കിൽ നിരന്തര ബലി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഏതാണ്ട് റോമൻ കത്തോലിക്ക സഭ തിരുവത്താഴത്തിന് പറയുന്ന പേര് ബലി എന്നാ പറയുന്നത്. അത് വചനവിരുദ്ധമാണ്, നമുക്കതിനോട് യോജിക്കാൻ കഴിയത്തില്ല. തുയഥേര സഭ സ്നേഹത്തിൽ വളർന്ന ഒരു സഭയായിരുന്നു. എങ്കിലും ദുരുപദേശത്തിന്റെ കുരുക്കിൽ ഈ സഭ അമർന്നുപോയി. 19 വാക്യം വായിച്ചേ. 19 വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ സഭയ്ക്കുണ്ടായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു നല്ല കാര്യത്തിൽ ഒരു ദോഷം എന്ന് പറയുന്ന പോലെ. ഒത്തിരി നല്ല കാര്യങ്ങൾ ആ സഭയ്ക്കുണ്ടായിരുന്നു. ഐ നോ ദൈ വർക്ക്സ് ആർ ചാരിറ്റി, സർവീസ്, ഫെയ്ത്ത്, പേഷ്യൻസ്, വർക്ക്സ് ആൻഡ് ലാസ്റ്റ് ടു ബി മോർ ദാൻ ദ ഫസ്റ്റ്. ആദ്യത്തിനേക്കാൾ ഒടുവിലായപ്പോഴത്തേന് പ്രവൃത്തികൾ കീറി. പക്ഷെ സംഭവിച്ചെന്നാ, ഒന്നിനെ ഒഴിവാക്കി മറ്റൊന്നിന് കൂടുതൽ പ്രാധാന്യത കൊടുക്കുന്നത് വലിയ അപകടമാണ്. ഒന്നിനെ പരിത്യജിച്ച് മറ്റൊന്നിന് അമിത പ്രാധാന്യത കൊടുക്കുന്നത് അപകടമാണ്. ഇവിടെ വിഷൻ ഓഫ് സൺ ഓഫ് ഗോഡ്, ദൈവപുത്രന്റെ ദർശനമാണ് ഈ സഭയ്ക്ക് ദൈവം നൽകിയത്. പെർഗമോസ് സഭയെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ, പെർഗമോസ് സഭയുടെ ഒടുവില് ലോകമയന്മാരും ജനത്തെ തങ്ങളുടെ ഉപദേശത്തെ അടിച്ചേൽപ്പിക്കുന്നവരൊക്കെ വന്നുകൂടി. എന്നാൽ 6-ാം നൂറ്റാണ്ടിലായപ്പോൾ ഇതിനെല്ലാം ഒരു പ്രത്യേക നിലയിലേക്ക് വന്നു. പ്രത്യേകിച്ച് 6-ാം നൂറ്റാണ്ട് മുതൽ റോമൻ കത്തോലിക്ക സഭയുടെ 5 പ്രധാന മണ്ഡലങ്ങളിൽ ഭരിക്കുന്ന ബിഷപ്പിനെ പാത്രിയാർക്ക, കേട്ടിട്ടില്ലേ, എന്ന് സംബോധന ചെയ്തു തുടങ്ങി. ബൈബിളിൽ ഇല്ലാത്ത, അപ്പോസ്തലന്മാർ പഠിപ്പിക്കാത്ത പലതും ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. പാട്രിയാർക്ക്, PATRIARCH, പാട്രിയാർക്ക്. ഏതാ 5 പ്രധാന മണ്ഡലങ്ങൾ. റോം കത്തോലിക്കരുടെ 5 പ്രധാന സെന്റേഴ്സാ. 1 റോം, 2 അലക്സാണ്ട്രിയ, 3 ആന്റിയോക്ക്, 4 കോൺസ്റ്റാന്റിനോപ്പിൾ, 5 ജെറുസലേം. എന്താ പറയാണ്, ഐ ആം എബവ് ഓഫ് ആർക്ക് ബിഷപ്പ്. ഒന്നുകൂടെ പറയാ സാറേ. റോം, അലക്സാണ്ട്രിയ, ആന്റിയോക്ക്,
കോൺസ്റ്റാന്റിനോപ്പിൾ, ജെറുസലേം. പ്രധാന കാത്തോലിക്ക കേന്ദ്രങ്ങളിലും അന്ത്യോക്യയിലെ സിറിയൻ സഭയിലും ഈ സ്ഥാനം ഇന്നും നിലവിലിരിക്കുന്നു. 6-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഇന്നും ഈ സ്ഥാനം നിലവിലുണ്ട്. ഇതേ തുടർന്ന് നിരവധി ഉപദേശ മാലിന്യങ്ങൾ ദൈവസഭയ്ക്കകത്ത് അടിഞ്ഞുകൂടി. അതുകൊണ്ടാണ് ദൈവപുത്രന് ദൂതിന്റെ കഠിനത 18-ാം വാക്യത്തിൽ കാണുന്നത്. എന്താ പറയുന്നത്? അഗ്നിജാലയ്ക്കൊത്ത കണ്ണ്. ദൈവപുത്രൻ പറയുകയാണ്, ഞാൻ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്, വെള്ളോട്ടിനെ സദൃശ്യമായ കാലുള്ളവനാണ്. നമ്മൾ പഠിച്ചല്ലോ 1-ാം അധ്യായത്തിൽ 13 മുതൽ 15 വരെ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ വർണ്ണന പറയുന്നത് നമ്മൾ കണ്ടപ്പോൾ അവിടെ ഈ ഭാഗം പറയുന്നുണ്ട്. ഓരോ സഭയുടെയും നിലവാരമനുസരിച്ചാണ് കർത്താവ് വെളിപ്പെട്ടുകൊണ്ടിരുന്നത്. ജീസസ്. യേശുവിന്റെ കണ്ണുകളുടെ 1-2 പ്രത്യേകത പറയാം, ശ്രദ്ധിക്കണം. യേശുവിന്റെ കണ്ണുകൾ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ കരഞ്ഞ കണ്ണുകളാണ്, അല്ലേ? യേശു പലപ്പോഴും പുരുഷാരത്തെ തന്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് മനസ്സലിഞ്ഞിട്ടുണ്ട്. ഇവിടെ തുയത്തൈര സഭയുള്ള ബന്ധത്തിൽ സർവജ്ഞാനിയായ കർത്താവ് മനുഷ്യന്റെ പ്രവൃത്തി, നിരൂപണം, വാക്കുകൾ, ജീവിതം, ഇടപാടുകൾ എല്ലാം കാണും. നമ്മുടെ കർത്താവിന്റെ കണ്ണിന്റെ പ്രത്യേകത MRI സ്കാനിങ്ങിന്റെ അപ്പുറത്ത് കാണാൻ കഴിയുന്ന കണ്ണുള്ളവനാണ് നമ്മുടെ കർത്താവ്. അത് എബ്രായർ 4:12 അല്ലേ? വായിക്കാമെങ്കിൽ വായിച്ചു. സകലവും അവന്റെ മുമ്പിൽ. വായിക്കാമോ? എബ്രായർ 4:12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായി പെർഫെക്റ്റ് ആയിട്ടുള്ള, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. മനസ്സിലായോ? നമ്മുടെ ദൈവം പുറമേ ഉള്ളത് മാത്രമല്ല കാണുന്നത്, എല്ലാ മനുഷ്യന്റെയും നിരൂപണങ്ങളും വാക്കുകളും ജീവിതവും ഇടപാടും എല്ലാം കാണുക. ഒരിക്കലും ചിന്തിച്ചില്ലല്ലോ സക്കായി കാട്ടത്തിയുടെ മുകളിൽ ഇരുന്നപ്പോ യേശു തന്നെ കാണുമെന്ന് പുള്ളി ചിന്തിച്ചോ? ഇല്ല. ആരും അറിയാതെ ആരെല്ലാം എവിടെല്ലാം ഒളിച്ചിരുന്നാലും മറഞ്ഞിരുന്നാലും മേളിൽ കയറിയിരുന്നാലും കാണുന്നൊരു കണ്ണുണ്ട്. സക്കായിയെ മാത്രമല്ല ദൈവം കണ്ടത്, അത്തിയുടെ കീഴ് റെഫറൻസ് ഒന്നുകൂടെ പറയാമോ? എബ്രായ ലേഖനം 4:12.
സക്കായിയുടെ കാര്യം എഴുതിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 4-5 വാക്യങ്ങളാണ്. അതിലൂടെ നോട്ട് ചെയ്ത് വെച്ചു. അന്നേരം അത്തിയുടെ മുകളിൽ ഇരുന്ന സക്കായിയെ യേശു കണ്ടു. അന്നേരം സക്കായിയുടെ നിരൂപണം ആരറിഞ്ഞു? പറ. ദൈവം. സ്തോത്രം. നമുക്കൊരാളുടെ നിരൂപണം അറിയാൻ കഴിയത്തില്ല. 139-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്, സ്തോത്രം, നമ്മുടെ നിരൂപണമൊക്കെയും ദൂരത്ത് നിന്ന് അവൻ ഗ്രഹിക്കും, അല്ലേ? നീ അത്തിയുടെ കീഴിലിരുന്ന നഥനയിൽ, യോഹന്നാൻ 1:48 ഒന്ന് വായിച്ചേ. യോഹന്നാൻ 1:48. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന്, യേശുവിനോട് ചോദിക്കുക. നഥനയേൽ യേശുവിനോട് ചോദിക്കുക, എന്നെ എവിടെ വെച്ചാ അറിയുന്നേ? ഉടനെ കർത്താവ് എന്നെ മറുപടി പറഞ്ഞേ, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ആമേ. അതെന്താ അതുപോലെ മനസ്സിലാകുന്നുണ്ടോ? അത്തിയുടെ കീഴിൽ എന്തിനാ പുള്ളി പോയിരുന്നേ? മാവിന്റെ ചോട്ടിൽ പോയിരുന്നു. എന്തിനാ അത്തിയുടെ ചോട്ടിൽ പോയിരുന്നത് പുള്ളി? വചനം പഠിക്കാൻ, ധ്യാനിക്കാൻ. ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇപ്പൊ ഈ ഗൾഫ് രാജ്യത്തൊക്കെ ആണെങ്കിൽ എല്ലാ അറബികളുടെയും വീട്ടിൽ അവര് ഈ ഈന്തപ്പന നടും. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വൃക്ഷമാണ് പാം ട്രീ, പന നടും. എല്ലായിടത്തും ഉണ്ട്. അതുപോലെ യഹൂദന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൃക്ഷമാണ് അത്തി. യഹൂദന്റെ പര്യായ പദമാണ് ഫിഗ് ട്രീ എന്ന് പറയുന്നത്, അത്തി എന്ന് പറയുന്നത്. അത്തിയെ നോക്കി ഉപമ പഠിപ്പി. അന്നേരം യഹൂദന്റെ രാഷ്ട്രീയ നിലയാണ് അത്തി. അന്നേരം ഈ നഥനയേലി അത്തിയുടെ കീഴിലിരുന്ന് ചുരുള് വായിക്കും. പുള്ളി ഒരു നല്ല ഭക്തരായ ഒരു മനുഷ്യനാണ്. എന്താ? ന്യായപ്രമാണം ഇങ്ങനെ വായിക്കും. എന്തിനാ ന്യായപ്രമാണം വായിക്കുന്നേ? മശിഹ എപ്പോ വരും, എവിടെ ജനിക്കും ഇതാണ് മശിഹ വരുന്നതിനെ കുറിച്ചുള്ള ആലോചനയാ പുള്ളിക്ക്. പുള്ളി ഇങ്ങനെ തിരുവെടുത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കും അത്തിയുടെ കീഴിലിരുന്നു. ഫിലിപ്പോസ് അവനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അല്ല യേശു കണ്ടത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടത്. നീ എന്നെ കുറിച്ച്, സ്തോത്രം, തിരുവചനത്തിൽ കൂടെ ചുരുളിൽ കൂടെ നീ ധ്യാനിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ ഞാൻ നിന്നെ എന്ത് ചെയ്തു? ഐ ന്യൂ ഹിം, ഐ ന്യൂ യു. ഞാൻ നിന്നെ അറിഞ്ഞു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നമ്മൾ അറിയേണ്ട ഒരു വിഷയം, നമ്മൾ ദൈവത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ മനസ്സ് വെക്കുമ്പോൾ ആ നിരൂപണം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് നമ്മുടെ അടുത്ത് വരും. സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ സക്കായുടെ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെട്ടവനാ നമ്മുടെ കർത്താവ്. യേശു മശിഹ എവിടെ ജനിക്കും, മശിഹയെ കുറിച്ച് ആഗ്രഹം വർദ്ധിച്ചപ്പോൾ യേശു അവന്റെ അടുത്തെത്തി. അങ്ങനെയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. മനസ്സിലായോ? നിരൂപണം അറിയുന്ന ദൈവം. മത്തായിയുടെ സുവിശേഷം 17:27 നമ്മൾ വായിക്കുമ്പോൾ, ചതുർധർമ്മപ്പണം ഏത് മത്സ്യത്തിന്റെ വായിലുണ്ട് എന്ന് പറഞ്ഞ് പത്രോസ് ചൂണ്ടയിട്ട് ആ ചതുർധർമ്മപ്പണമുള്ള മത്സ്യത്തെ കൊടുത്തവരാണ് നമ്മുടെ ദൈവം. അന്നേരം കർത്താവിന്റെ ആ കണ്ണിന്റെ ശക്തി നോക്കിക്കേ. എല്ലാം അറിയുന്നത് ദൈവം. നമ്മൾ പലപ്പോഴും വിചാരിക്കുക എന്നെ ആരും അറിയുന്നില്ല. അങ്ങനല്ല, ദൈവം നമ്മളെ അറിയുന്നുണ്ട്. ഗോഡ് നോസ് യു.
എല്ലാം അറിയുന്നു. സ്തോത്രം. ജീസസ് ഐ സി എവരിതിങ്. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ പറ്റും, എന്നെ അറിയുന്നൊരു ദൈവം? തുയത്തര സഭയുടെ പ്രവൃത്തി അറിഞ്ഞ ദൈവം നമ്മളെ അറിയുന്ന ദൈവമാണ്. സ്തോത്രം. ദൈവം സർവജ്ഞാനിയാണ്. ദൈവം ഇവിടെ സക്കായി എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരു അൺബിലീവറാണ്. എന്നാൽ നഥനയേലെ ഒരു ഹോളി മാനാ. ഇവനിൽ കപടമില്ലെന്ന് യേശു പറഞ്ഞില്ലേ? ഇവനിൽ കപടമില്ല. അന്നേരം അവിശ്വാസിയെയും അറിയുന്ന ദൈവമുണ്ട്, വിശുദ്ധനെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഭൗതിക നന്മകളുടെ കുറവും അറിയുന്ന ഒരു ദൈവമുണ്ട്. അതിലെ ചതുർധർമ്മ പണത്തെ ദൈവം പത്രോസിന് കൊടുത്തത് അല്ലേ? ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, മനുഷ്യന്റെ വിചാരങ്ങളെ കാണുകയും വിവേചിക്കുകയും ചെയ്യുന്ന കണ്ണുകളുള്ളവനാണ് നമ്മുടെ രക്ഷിതാവ്. 139 സങ്കീർത്തനം പ്രാരംഭ 2 വാക്യങ്ങൾ നമ്മളെ ഒത്തിരി ബലപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് അല്ലേ? നമ്മെ ദൈവം ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. നമ്മളെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നത് ദൈവം മാത്രമാണ്. തുയത്തര സഭയോട് പറയുകയാണ്, അഗ്നിജാല പോലെ കണ്ണുള്ളവനാണ് മനുഷ്യപുത്രനായ ഞാൻ. സഭയുടെ നടപടികളൊന്നും കർത്താവ് കണ്ടില്ലെന്ന് വിചാരിക്കരുത്. എല്ലാം അറിയുന്നുണ്ട്. അവന്റെ കാലുകൾ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. നമ്മുടെ കർത്താവ് കഷ്ടതയുടെ വഴിത്താരയിൽ കൂടി സഞ്ചരിച്ച കാലുകളുള്ളവനാണ്. ചുട്ടുപഴുത്തതും മിനുക്കിയെടുത്തതുമായ വെള്ളോട്ടിന് സദൃശ്യമാണ് നമ്മുടെ കർത്താവിന്റെ കാല്. ഓടെന്ന് പറയുന്നത് ഒരു ലോകമാണ്. അത് ന്യായവിധിയെ കാണിക്കുന്നതാണ്. അത്രയുള്ളൂ. ദൈവം തെറ്റ് കണ്ടാൽ തുയത്തര സഭയോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾക്ക് എതിരെ ഒരു ന്യായവിധി വരാൻ പോകുന്നു. അതിനെ എടുത്തു കാണിക്കുന്നതാണ് വെള്ളോട്ടിന് സദൃശ്യമായ കാല്. വെളിപ്പാട് ദിവസം 19:15 വായിക്കാമോ? വെളിപ്പാട് ദിവസം 19:15. ഈ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നവരൊക്കെ ഇതിനകത്തുണ്ടല്ലോ അല്ലേ? ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ളപ്പെടുന്നു. ഓക്കെ. ജാതികളെ വെട്ടാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. ആമേൻ. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ദൈവക്രോധത്തിന്റെ ചക്ക് മെതിപ്പാൻ ദൈവപുത്രന്റെ കാലുകൾ ശക്തമാണ്. എന്ന് പറഞ്ഞാൽ ന്യായവിധി നടത്തുവാൻ കഴിവുള്ളവനാണ്. സ്തോത്രം. ദൈവപുത്രൻ, Son of God indicates divinity of Jesus Christ. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന പദപ്രയോഗമാണ് ദൈവപുത്രൻ എന്നുള്ള പദപ്രയോഗം.
നമുക്കറിയാം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ബൈബിളിലുണ്ട്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. അതിലൊന്നാണ് ദൈവപുത്രൻ. അതായത് കർത്താവിന്റെ ദൈവത്വത്തെ കാണിക്കുന്ന. രണ്ട്, മനുഷ്യപുത്രൻ എന്നുള്ള പദം നിങ്ങൾ കേട്ടിരിക്കുക. സൺ ഓഫ് മാൻ, ലൂക്കോസ് 19:10 അത് ഹ്യൂമാനിറ്റിയെ, മനുഷ്യത്വത്തെ കാണിക്കുന്ന. യേശു ക്രിസ്തുവിൻ ദൈവത്വം മാത്രമുള്ള വ്യക്തിത്വമല്ല, പിന്നെന്താ, മനുഷ്യത്വമുള്ള പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ് നമ്മുടെ കർത്താവ്. യോഹന്നാൻ 3:16 വേറൊരു പദപ്രയോഗമുണ്ട്, ബിഗോട്ടൻ സൺ, അല്ലെ, ഏകജാതൻ. ഏകജാതൻ, ദൈവത്തോട് സമത്വമുള്ള നിത്യപുത്രൻ എന്നാ അതിന്റെ അർത്ഥം. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവൻ. ഇതിനൊക്കെ അർത്ഥമുണ്ട്. നമ്മൾ മാനുഷിക അർത്ഥത്തിൽ തൂങ്ങി നിരീശ്വരവാദികൾ പറയുന്ന അർത്ഥങ്ങളൊന്നുമല്ല ഇതിനുള്ളത്. ഏകജാതൻ, ദൈവത്തോട് സമത്വമുള്ള നിത്യപുത്രൻ. ജീസസ് ഈസ് ഈക്വൽ ടു ഗോഡ് ആൻഡ് എറ്റേണൽ സൺ. യോഹന്നാൻ 5:18 നോക്കേ. യോഹന്നാൻ 5:18. അങ്ങനെ അവൻ ശബ്ബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. മനസ്സിലായോ? ദൈവത്തോട് സമനാക്കി. അതായിരുന്നു യഹൂദന്മാരുടെ പ്രശ്നം. അതുകൊണ്ടാണ് യേശുവിനെ ക്രൂശിച്ചത്. പിന്നൊരു പദമാണ് ആദ്യജാതൻ. മരിച്ചവരിൽ നിന്ന് ആദ്യമായി തേജസ്കരിക്കപ്പെട്ട, ശരീരത്തോട് ഉയർത്തെഴുന്നേറ്റവൻ എന്നർത്ഥം. ആദ്യജാതൻ. ഈ ദ്വിതീയ സഭയ്ക്ക് 19 വാക്യം വായിക്കുമ്പോൾ ലഭിച്ച ഒരു അംഗീകാരത്തെ കുറിച്ച് അവിടെ കാണാൻ കഴിയും. ഒന്ന് വായിക്കാമോ? 19 വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. നോക്കിക്കേ, മാനുഷ്യ വീക്ഷണത്തിൽ ആത്മീയമായ വലിയ നന്മയൊന്നും ഈ ചർച്ചിൽ പറയാനില്ല. എങ്കിലും സംഘടനാപരമായി, ഇത് ശ്രദ്ധിക്കണം, സംഘടനാപരമായിട്ടും മതപരമായിട്ടും ചില കാര്യങ്ങൾക്ക് സഭ ഊന്നൽ കൊടുക്കുന്നു. അതാ ഇപ്പൊ വായിച്ചത്. ചിലപ്പോൾ മനോഹരമായ ഹോസ്പിറ്റലിൽ പണിതിരിക്കാം, 10,000 പേരെ കെട്ടിച്ചു വിട്ടേക്കാം, 10 പേർക്ക് വീട് വെച്ചു കൊടുത്തിരിക്കാം. ഇതൊക്കെ സംഘടനാപരമായിട്ടുള്ള ചില നന്മകളാണ്. ആത്മീയപരമായ നന്മകൾ സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയി, മാലിന്യം സംഭവിച്ച സഭയായി മാറി. ഇന്നും ഉപദേശമില്ലാതെ ബൈബിള് പൂർണ്ണമല്ലെന്ന് വിശ്വസിച്ച്, സഭയ്ക്ക് ബൈബിളിന്റെ ആവശ്യമില്ല എന്ന് പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ചില ക്രൈസ്തവ സമൂഹങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, പുണ്യപ്രവൃത്തികൾ കൊണ്ട് ഒരിക്കലും ഒരു ആത്മാവ് നിത്യതയിലെത്തുന്നില്ല. മനസ്സിലായോ? ഒരാത്മാവ് നിത്യതയിലെത്തുന്നത് പുണ്യപ്രവൃത്തികൾ കൊണ്ടല്ല.
ഈ പുണ്യപ്രവൃത്തികൾ കൊണ്ട് യാതൊരു ഫലവും കൊടുക്കാൻ കഴിയാത്ത നിലയിൽ തുയത്തേരാസഭ തെറ്റിയിരിക്കുന്നു. അവർക്ക് പ്രവൃത്തിയുണ്ട്, സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, ശുശ്രൂഷയുണ്ട്, സഹിഷ്ണുതയൊക്കെ ഉണ്ട്. നോക്കുമ്പോ അതെല്ലാം സാൻമാർഗികമായ സൽപ്രവൃത്തികൾക്ക് മാത്രമായി പ്രയോജനപ്പെടുമ്പോൾ ആത്മീയപരമായിട്ട് അവർക്ക് വളർച്ച വന്നില്ല. നമ്മൾ സൽപ്രവൃത്തികൾക്ക് ഊന്നൽ കൊടുക്കണം, പക്ഷെ നിത്യതയിലെത്താനുള്ള മാർഗം പുണ്യപ്രവൃത്തികളല്ല. അത് ഓർത്തിരുന്നോണം. ഗലാത്യലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചേ. ഗലാത്യലേഖനം 2:16 ലാസ്റ്റ് ഭാഗം. നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. ആമേൻ. എന്ന് പറഞ്ഞാൽ പാപം മാനുഷിക കർമ്മങ്ങളിൽ കൂടെ പരിഹരിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. ചില പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ പാപം പരിഹരിക്കപ്പെടുമെന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എടുത്തു പറയട്ടെ, നേർച്ചകൾ, ബലികർമ്മങ്ങൾ, തീർത്ഥാടനം, നോമ്പുകൾ ഇവയൊന്നും തന്നെ മനുഷ്യന്റെ പാപപരിഹാരത്തിന് പറ്റിയതല്ല. എഫെസ്യർ 2-ാം അധ്യായം 8-9 വാക്യം വായിക്കുമ്പോൾ, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്, അതിന് നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല. മനസ്സിലായല്ലോ? വിശ്വാസത്താൽ പാപക്ഷമ ക്രിസ്തുവിന്റെ കാൽവറി മരണത്താൽ ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ ന്യായവിധിയാണ്. പണം കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഈ ഭൂമിയിൽ ദൈവം ചില നന്മകൾ തരാൻ സാധ്യതയുണ്ട്, പക്ഷെ അത് നിത്യതയുമായി ബന്ധമുള്ള ഒരു വിഷയമല്ല. തുയത്തേര സഭയുടെ ആക്ഷേപം നോക്കിക്കേ. 20-ാം വാക്യം വായിച്ചേ. 20-ാം വാക്യം. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നോക്കിക്കേ, തുയത്തേര സഭ പ്രവൃത്തിയും സ്നേഹവും ശുശ്രൂഷയും വിശ്വാസത്തിന് ഇതൊക്കെ പറയുമ്പോൾ തന്നെ ആ ചർച്ചിന്റെ ആന്തരിക അവസ്ഥ ഒന്ന് നോക്കിക്കേ. അവിടെ ഇസബേൽ എന്ന് പേരുള്ള ഒരു പ്രവാചകയുണ്ട്. ഇവള് സ്വയം പറഞ്ഞു നടക്കുന്ന പ്രവാചകയാണ്. ഇവളുടെ പ്രവൃത്തി നോക്കിക്കേ. ഫോർണിക്കേഷൻ, ദുർനടപ്പ്. അവളെ സംബന്ധിച്ചിടത്തോളം ദുർനടപ്പ് ആചരിക്കുന്നത് പാപമല്ലെന്നാണ് ചിന്തിച്ചിരിക്കുന്നത്. രണ്ട്, വിഗ്രഹാർപ്പിതം തിന്നുന്നതും പാപമല്ലെന്നാണ് ചിന്തിച്ചിരിക്കുന്നത്. ചിന്തിക്കുക മാത്രമല്ല, അങ്ങനെ
അവളുടെ പ്രവചനത്താൽ ദൈവസഭയെ തെറ്റിച്ച് കളയുക. എങ്ങനെ ജീവിച്ചാലും കർത്താവ് നമ്മുടെ അപ്പനാണ്. ഇന്നത്തെ ഉപദേശം പറയാൻ ശ്രദ്ധിച്ചോണം. എങ്ങനെ ജീവിച്ചാലും കർത്താവ് നമ്മുടെ അപ്പനായതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ആരെങ്കിലും കള്ളു കുടിച്ച് നടന്നാൽ അപ്പനുള്ള അവകാശം മക്കൾക്ക് കിട്ടാതിരിക്കുകയില്ല. അതുകൊണ്ട് സ്വർഗീയ പിതാവ് നമ്മുടെ അപ്പനാകൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന് പഠിപ്പിക്കുന്ന ഉപദേശമാണ്. മനസ്സിലായോ? To teach and seduce my servants with these doctrines. തന്റെ ദാസന്മാരെ ഉപദേശിക്കുക. എത്ര പവർഫുൾ പേഴ്സൺ ആയി വ്യക്തി നോക്കിക്കേ. ഉപദേശിക്കുക മാത്രമല്ല, തന്റെ ദാസന്മാരെ തെറ്റിച്ചു കളയുക. പഴയ നിയമത്തിൽ ആഹാബിന്റെ ഭാര്യ ചെയ്തത് എന്താ? ആഹാബിന്റെ ഭാര്യയുടെ പേരെന്താ? ആഹാബിന്റെ ഭാര്യയുടെ പേര് ആഹാബ് രാജാവിന്റെ ഭാര്യയുടെ പേര് ഇസബേൽ. ഈ ഇസബേല് എന്താ ചെയ്തത്? നാബോത്തിന്റെ മുന്തിരിത്തോട്ടം തീരത്തോട്ടമാക്കുവാൻ രാജാവിനോട് ശുപാർശ ചെയ്തു. അത് സെക്കൻഡ് പാർട്ടാണ്. ഈ ഇസബേൽ അവരുടെ സ്വാധീനത്താൽ ദൈവജനത്തെ ബാലിന്റെ ആരാധനയിലേക്കും ദുർനടപ്പിലേക്കും കൊണ്ടെത്തിച്ചു. ആ കാലത്ത് യഹോവയുടെ യാഗപീഠത്തിൽ എന്താ സംഭവിച്ചേ? ആ കാലത്ത് 30-ാം വാക്യം വായിച്ചേ. 1 രാജാക്കന്മാർ 18:30. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവിനെന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നായി. യഹോവയുടെ യാഗപീഠം ഇസബേലിന്റെ കാലത്ത് എങ്ങനെ കിടക്കുക? ഇടിഞ്ഞു കിടക്കുക. നോക്കുമ്പോൾ ആരാധനയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അത് ബാലിന്റേതാണ്. ആരാധനയിൽ വ്യാപരിക്കുന്നത് പൈശാചിക ശക്തിയാ, ഈവിൾ സ്പിരിറ്റാണ് വ്യാപരിക്കുന്നത്. അന്നേരം ഇസബേലിന്റെ കാലത്ത് പീപ്പിൾ ഹാഡ് നോ ഇൻട്രസ്റ്റ് ഓൺ ഗോഡ്സ് ആൾട്ടർ. ദൈവത്തിന്റെ യാഗപീഠത്തിന് താല്പര്യമില്ല. പിന്നെ താല്പര്യം മുഴുവൻ എന്തിന്റെയാ? ബാലിന്റെ യാഗപീഠത്തിനാ താല്പര്യം. മനസ്സിലായോ? ഇന്ന് ദൈവസഭയ്ക്കകത്തൊക്കെ നല്ല നല്ല കൂട്ടായ്മകളും ബൈബിൾ സ്റ്റഡിയും ആരാധനയൊക്കെ നടക്കുമ്പോൾ ജനത്തിന് താല്പര്യം മറ്റു പലതുമാണ്. ഈ മാസ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ചർച്ചില് മിനിഞ്ഞാന്നൊരു ഒരു ചെറിയ മുറക്കൾ നടന്നു. ദൈവം അതിനെ ശുശ്രൂഷിച്ചിരുന്നപ്പോ പല കുഞ്ഞുങ്ങളും ദൈവസ്ഥലം എഴുന്നേറ്റ് സമർപ്പിച്ചു. ഗെയിം കാണുന്ന 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഗെയിം കാണുന്ന കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ ദൈവത്തിൽ പറഞ്ഞു, ഇനി മേലാൽ ഞങ്ങൾ ഗെയിം കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പേര് സ്നാനപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഒത്തിരി സന്തോഷമായി. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു തിരിച്ചറിവ് പ്രാർത്ഥനയ്ക്ക്, അതോ തീരുമാനമെടുത്തു. അവരൊക്കെ ഉപവാസം ദിവസം ഒരു നേരം കഴിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സാത്താന്റെ ബന്ധനത്തിനകത്ത് ഗെയിമിൽ കൂടെ അഡിക്റ്റായി പിന്നത്തേതിൽ നാശങ്ങൾ സംഭവിക്കും. ഞാൻ പോലും ഞെട്ടിപ്പോയി, ഇത്രയും കുഞ്ഞുങ്ങളൊക്കെ ഗെയിം കളിക്കുന്നുണ്ടോ?
ഗെയിം കളിക്കാൻ തുടങ്ങുമ്പോൾ പഠനത്തോട് വിരക്തി വരും. അപ്പനും അമ്മയോടുള്ള സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരും. അത് പെട്ടെന്നല്ല, കുറച്ച് കുറച്ച് അറിയാം. നിങ്ങൾ നോക്കി ഗൂഗിളിൽ ചെന്ന് അടിച്ചു നോക്കിയാൽ മതി. ഗൂഗിളിന്റെ ഗെയിമിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ നിങ്ങൾ നോക്കി വായിച്ചു നോക്കി. ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെയാണ് ആത്മഹത്യ വരുന്നത്, ഭവനാംഗങ്ങളെ അപ്പനും അമ്മയെ ഉപദ്രവിക്കുന്നത്. ഇതെല്ലാം അതിന്റെ ഗണത്തിൽപ്പെട്ട വിഷയമാണ്. ഒരു കാരണവശാലും ഈ സാത്താന്യ ബന്ധനത്തിനകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങളുടെ കണ്ണുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ. യഹോവയുടെ യാഗപീഠം എന്ത് ചെയ്തു? ഇടിഞ്ഞു. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ യാഗപീഠം ഇടിഞ്ഞു പോയത്? യാഗപീഠം ഇടിയാൻ കാരണം എന്നാ പറ? ഉപയോഗമില്ലാതെ കിടക്കുന്നുണ്ട്. അതെ, ഉപയോഗമില്ലാതെ കിടക്കും. കറക്റ്റ് ആയിട്ടുള്ള ആൻസറാ നിമിഷം. ഉപയോഗമില്ല. നമ്മൾ ഏത് കാര്യവും ഉപയോഗിക്കാതെ വെച്ച് നോക്കിയേ. അത് TV ആകട്ടെ, കമ്പ്യൂട്ടർ ആകട്ടെ, ഗിത്താർ ആകട്ടെ, ഓർഗൻ ആകട്ടെ, ഏറിയ വർഷങ്ങൾ ഉപയോഗമില്ലാതിരുന്നാൽ അത് ചിലപ്പോൾ വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾ ഒരാൾ 10 കൊല്ലം സഭായത്തിന് പോകാതിരുന്നാൽ 11ാമത്തെ വർഷം ഇവന് സഭ എന്നാണെന്നോ ആരാധന എന്നറിയാതെ പോകും. എങ്ങനെ ആരാധിക്കുന്ന അറിയത്തില്ല. ഇവിടെ 3 കാരണങ്ങൾ കൊണ്ടാണ് ഇസ്രായേൽ യാഗപീഠം ഇടിഞ്ഞു പോയത്. അത് ഞാൻ പറയാൻ താല്പര്യപ്പെടുക. നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളുടെ സഭയിൽ അത് പ്രസംഗിക്കണം. നമ്പർ 1, യാഗപീഠം എന്തിനുള്ളതാ പറ? യാഗപീഠം എന്തിനുള്ളതാ? യാഗം കഴിക്കാൻ. പറഞ്ഞോ. യാഗം അർപ്പിക്കാനുള്ളതാ, അല്ലെങ്കിൽ ആരാധനയ്ക്കുള്ളതാണ് യാഗപീഠം. യാഗം ഇരിക്കേണ്ട പീഠം, യാഗം ഇരിക്കേണ്ട സ്ഥലം അല്ലേ? എന്നിട്ട് യാഗപീഠത്തിൽ യാഗം എന്ത് ചെയ്തില്ല? നടക്കുന്നില്ല. അന്നേരം യാഗപീഠത്തിൽ യാഗം നടക്കാതെ വന്നാൽ ക്രമേണ യാഗപീഠം ഇടിയും. എന്ന് പറഞ്ഞാൽ നീ ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കാതെ ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് ജീവിച്ചാൽ ക്രമേണ നീ ആത്മീയ ആരാധനയിൽ നിന്ന് അകന്നു പോകും. നിന്റെ അകത്തെ മനുഷ്യൻ ശോഷിച്ചു പോകും. ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇടിവുണ്ടാകും. പിന്നെ യാഗപീഠത്തിൽ നമ്മൾ കാണുന്ന രണ്ടാമത്തെ ഒരു വിഷയമാണ് യാഗമൃഗത്തിന്റെ രക്തം യാഗപീഠത്തിലുണ്ട്. അന്നേരം കുഞ്ഞാടിന്റെ രക്തം അല്ല, യാഗമൃഗത്തിന്റെ രക്തം യാഗപീഠത്തിൽ തളിക്കപ്പെടുന്നില്ലെങ്കിൽ ആ യാഗപീഠം ഇടിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞത് യേശുവിന്റെ രക്തത്താൽ ജയം പറയുന്നത് അല്ലേ? രക്തത്താൽ ജയം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ യേശുക്രിസ്തുവിന്റെ രക്തം തളിക്കപ്പെട്ടതോർത്തുന്ന സ്തോത്രം പറഞ്ഞാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന് പ്രാധാന്യത കൊടുക്കാത്ത ഏതാരാധന ഇടിഞ്ഞു പോകും, ഏതാരാധന നിന്നുപോകും. കുഞ്ഞാടിന്റെ രക്തത്തെ മാനിക്കാത്ത ഒരു ശുശ്രൂഷയ്ക്ക് നിലനിൽപ്പില്ല. യേശുവിന്റെ രക്തത്തെ കളിയാക്കുന്ന ഒരിടത്തും ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകത്തില്ല. അവിടെ ബാലിന്റെ ശക്തികളാ പ്രബലപ്പെടുന്നത്. രണ്ടു കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവത്തിന്റെ യാഗപീഠത്തിൽ യാഗം നടന്നില്ലെങ്കിൽ യാഗപീഠം ഇടിയും. ദൈവത്തിന്റെ യാഗപീഠത്തിൽ യാഗമൃഗത്തിന്റെ രക്തം തളിക്കപ്പെടുന്നില്ലെങ്കിൽ യാഗപീഠം ഇടിയും. 3, യാഗപീഠത്തിൽ തീയുടെ ശുശ്രൂഷയാ വെളിപ്പെടുത്തുന്നത് അല്ലേ?
ദഹിക്കുകയല്ലേ, ദഹനമല്ലേ യാഗപീഠത്തിലെ. നേരം തീ ഇറങ്ങാതെ കിടന്നാൽ ആ യാഗപീഠം ഇടിയും. പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്ക് പ്രാധാന്യത കൊടുക്കാത്ത ഒരാരാധനയും ദൈവം അംഗീകരിക്കുന്ന ആരാധനയല്ല, അത് ഇടിഞ്ഞു പോകും. ക്രിസ്തുവിനും രക്തത്തിനും പരിശുദ്ധാത്മാവിനും മുൻതൂക്കം കൊടുക്കാത്ത ഒരു ആരാധനയും നിലനിൽക്കുകയില്ല, അത് ഇടിഞ്ഞു പോകും. യാഗപീഠം ഇടിഞ്ഞെന്നുള്ളത് ആർക്ക് മനസ്സിലായി? ഏലിയാവിന് മനസ്സിലായി. ഇത് പറഞ്ഞപ്പോ വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റിയല്ല. യാഗപീഠം ഇടിഞ്ഞത് കൊണ്ട് ഇസ്രയേലിൽ എന്തൊക്കെയാ സംഭവിച്ചെന്നൊന്ന് പറയാമോ? യാഗപീഠം ഇടിഞ്ഞത് കൊണ്ട് ഇസ്രയേലിൽ എന്നാ സംഭവിച്ചത്? അല്ലെ ദൈവജനത്തിന്റെ ഇടയിൽ എന്നാ സംഭവിച്ചത്? ഓർത്തിട്ട് പറഞ്ഞാ മതി. ആരാധന നഷ്ടപ്പെട്ടു. എന്തോ ഇസ്രയേലിൽ യാഗപീഠം ഇടിഞ്ഞുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒന്ന്, മോശ കൽപ്പലക ഇടിച്ചു കളഞ്ഞു. അയ്യോ, അത് ഇതുമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ലത്. മനസ്സിലായോ? അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ശ്രദ്ധിച്ചാട്ടെ. യാഗപീഠം ഇടിഞ്ഞത് കൊണ്ട് നമുക്കറിയാം ഏലിയാവിന്റെ കാലത്താ സംഭവമൊക്കെ അല്ലേ, നമുക്കറിയാവുന്ന കാര്യമല്ലേ. യാഗപീഠം ഇടിഞ്ഞത് കൊണ്ട് സംഭവിച്ച ഒന്നാമത്തെ ദോഷം, മഴ നിന്നുപോയി അല്ലേ? എന്താണ്? നോ റെയിൻ ഓൺ ദ ലാൻഡ്. മഴയില്ല. ദൈവം തന്നുകൊണ്ടിരുന്ന പല നന്മകളും എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി, ഇല്ലാതായി പോയി. നമുക്ക് ദൈവം തന്നിട്ടുള്ള ഏത് നന്മയും ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും കുഞ്ഞാടിന്റെ രക്തത്തോടും ബന്ധപ്പെട്ട. അങ്ങനെ രണ്ടാമത്തെ ദോഷം, ഒന്നാമത്തെ ദോഷം മഴ തീർന്നുപോയി, മഴ ഇല്ലാതെ വന്നു. രണ്ടാമത്തെ ദോഷം, യാഗപീഠം ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രബലപ്പെട്ടത് എന്താണെന്നറിയാമോ? ബാലിന്റെ ശക്തികളാണ് അല്ലേ? ബാലിന്റെ അശാരയുടെ ഒക്കെ ശക്തിയാണ് പിന്നെ അവിടെ പ്രബലപ്പെട്ടത്. യഹോവയുടെ നാമത്തിലുള്ള ആരാധന ഇവിടെ ഇല്ല. സ്വർഗത്തിൽ തീ അവിടെ ഇറങ്ങുന്നില്ലെന്നേ. യാഗത്തിന് ആവശ്യമുള്ള കുഞ്ഞാടിന്റെ രക്തം അവിടെ ഇല്ല. പിന്നെ അവിടെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബാലിന്റെയും അശേരയുടെയും ശക്തികളാണ്. ഒന്നാമത്തെ ദോഷം മഴ. രണ്ടാമത്തെ ദോഷം സാത്താന്യ ശക്തി പ്രബലപ്പെട്ടു. മൂന്നാമത്തെ ദോഷം എല്ലായിടത്തും ക്ഷാമം ഉണ്ടായി, ഫാമിൻ. ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ദൈവം തന്ന നന്മകൾ അത് നിലനിൽക്കാതെ ഇരിക്കുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എവിടെയോ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്, എവിടെയോ കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിക്കാതെ പോയിട്ടുണ്ട്, എവിടെയോ ആത്മാവിന് വിധേയപ്പെടാതുണ്ട്. ഈ കുറവ് ഇന്ന് രാത്രി കണ്ടുപിടിക്കണം. സഭയിൽ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ ഇടകൊടുക്കാതെ വന്ന ഇസബേൽ ഉപദേശിക്കാൻ തുടങ്ങി, ദൈവാസന്മാരെ തെറ്റിച്ച് കളയാൻ തുടങ്ങി. സഭയിൽ ഇസബേൽ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നോ എന്ന് അറിയത്തില്ല. ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് ഇറ്റ് ഈസ് എ
സിംബോളിക് നെയിം എന്ന. ഇനി അങ്ങനെ ഉണ്ടായാലും, അങ്ങനെ ഒരാൾ തുയത്തല സഭയിൽ ഇസബേൽ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടെന്നിരിക്കട്ടെ, പഴയ നിയമത്തിൽ കാണുന്ന ഇസബേലിന്റെ ആത്മാവിനെ വഹിക്കുന്നവളായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ വഴിതെറ്റിക്കുന്ന ആത്മാവുള്ളവൾ. ജീവിത വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാത്തവൾ. തുയത്തൈര സഭയിൽ കാണുന്ന ഈസബേലിന്റെ പൂർണ്ണ രൂപം നമ്മൾ കാണുന്നത് വെളിപ്പാട് 17-ാം അധ്യായത്തിലാണ്. അത് പിന്നെ നമുക്ക് പഠിക്കാം. അതാണ് ബാബിലോണിയ സഭ എന്ന് പറയുന്നത്. പുരുഷാരത്തിന്മേൽ ഇരിക്കുന്ന സ്ത്രീ. ഈ സ്ത്രീ മലിനമായ സഭ ആണെങ്കിലും ജനസമ്മതിയുള്ള സഭയാണ്. അതാണ് വിഷയം. ജനസമ്മതിയുണ്ട്. ദൈവസഭ കന്യകയാണ്. ലോകത്തോട് ഇഴകിച്ചേരാത്ത മണവാട്ടി സഭയാ ദൈവസഭ എന്ന് പറയുന്നത്. ഇസബേലിന്റെ ഭർത്താവാണ് ആഹാബ്. ആഹാബ് ഒരു യഹൂദനാ. വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന് യഹൂദന്മാർക്ക് പ്രമാണമുണ്ട്. ആദ്യ കൽപ്പന തന്നെ അതാണ്. എന്നാൽ വിഗ്രഹാരാധിയായ ജാതീയ സ്ത്രീ ഇസബേലിനെ ആഹാബ് വിവാഹം കഴിച്ചതോടെ ദൈവം വെറുക്കുന്ന പാപം അവൻ സ്വീകരിക്കാൻ തുടങ്ങി. 2 കൊരിന്ത്യർ 6:14 ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 6:14. ക്ലാസ് കഴിഞ്ഞൊരു വേറെ മീറ്റിംഗ് ഉണ്ട്, അവിടെയും പ്രസംഗിക്കണം. രാവിലത്തെ ഒരു പ്രസംഗം കഴിഞ്ഞു. നിങ്ങൾ രണ്ടാമത്തെ അവിശ്വാസികളോട് വായിച്ചു. ഇണയല്ല പിണ കൂടരുത്. അതാ നീതിക്കും പ്രമാണം. ധർമ്മ- ഇതുപോലെ തന്നെ യഹൂദനെ കുറിച്ചും പ്രമാണം ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരു വിശ്വാസി അവിശ്വാസിയുമായി വിവാഹം കഴിക്കരുത്. ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ആത്മാവിനെ കൂടെ നേടണ്ടേ, എന്തായാലും ഞാൻ കല്യാണം കഴിച്ച അവളെ നമ്മുടെ സഭയിൽ കൊണ്ടുവരും. പക്ഷെ അങ്ങനെ കൊണ്ടുവന്നവരൊക്കെ തിരിച്ചു സഭയിൽ വന്നിട്ടില്ല. അവള് പോയെടുത്തിട്ടേ പോയിട്ടു. വളരെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടേ ഉള്ളൂ. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദൈവസഭയിൽ യെരുശലേം കൗൺസിൽ എടുത്ത തീരുമാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഒഴിവാക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾ വായിച്ചാൽ മതി. ദുർനടപ്പ് ഒഴിവാക്കുക എന്നുള്ളതായി 15-28 പരസംഗം, ഫോർണിക്കേഷൻ. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ലോകത്തിലുള്ള സകല മനുഷ്യരെ നമ്മൾ സ്നേഹിക്കണം. എങ്കിലും ആത്മീയ ശുശ്രൂഷകൾക്കോ പരസ്പര വിവാഹ ബന്ധത്തിനോ അതിരുകളില്ലാത്ത സഹവർത്തത്തിനോ വിശ്വാസികൾ ജാതികളോട് ഇടകലരാൻ പാടില്ല. ഞാൻ പറഞ്ഞ വല്ല മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിലുള്ള സകല മനുഷ്യരെയും നമ്മൾ സ്നേഹിക്കണം.
അവരെ സഹായിക്കണം, നല്ല കാര്യമാണ്. പക്ഷെ ആത്മീയ ശുശ്രൂഷകൾക്കോ പരസ്പര വിവാഹ ബന്ധത്തിനോ അതിരുകളില്ലാത്ത സഹവർത്തത്തിനോ വിശ്വാസികൾ ജാതികളുമായി ഇടകലരാൻ പാടില്ല. വെളിപ്പാട് 18:4 എന്ന് വായിക്കാമോ? വെളിപ്പാട് 18:4. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളെ കൂട്ടാളികളാകാതെയും അവളുടെ മതി. നിങ്ങൾ അവരുടെ പാപങ്ങളിൽ കൂട്ടാളികളാകരുത്. യു ബി നോട്ട് പാർട്ടേക്കേഴ്സ് ഓഫ് ഹെർ സിൻസ്. എന്താ ഇസ്രയേലിൽ സംഭവിച്ചത്? ഇസബേലിന്റെ സ്വാധീന വലയത്തിൽ ആഹാബ് ലോകവുമായി ബന്ധത്തിലായി. ഒരുവന്റെ ദർശനം തെറ്റിയാൽ അത് മറ്റനേകരുടെ ജീവിതത്തെ അപകടത്തിലാക്കും. ഉദാഹരണം, യേശു തമ്പുരാൻ ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ വിദ്വാൻമാർ യേശുവിനെ കാണാൻ പോയത് എങ്ങനെയാ? നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി പോയി. നക്ഷത്രം നോക്കിയാ പോയി. ഇങ്ങനെ പോന്ന വഴിക്കാണ് ഹെരോദാ രാജാവിന്റെ കൊട്ടാരം കണ്ടത്. നക്ഷത്രം അവിടെ ഉണ്ട്. നക്ഷത്രത്തിന് ഇനിയും അവരെ വഴി നടത്താനുണ്ട്. കൊട്ടാരം കണ്ടപ്പം വിചാരിച്ചു ഇനി ഇവിടെങ്ങാണോ യേശു ജനിച്ച, ചാടിയും കയറി. ദർശനം തെറ്റിയപ്പോൾ, കാഴ്ചപ്പാട് മാറിയപ്പോൾ, നോട്ടം മാറിയപ്പോൾ എത്ര കുഞ്ഞുങ്ങളാ നഷ്ടപ്പെട്ടു പോയെന്നറിയാം. ഒരാളുടെ ദർശനം നഷ്ടപ്പെട്ടു പോയാൽ നിർദോഷികളായ അനേകരെന്ത് ചെയ്യും? അപകടത്തിലാകും. ഒന്നുകൂടെ അതിന്റെ രക്തചുരുക്കം ഞാൻ പറയാം. ഒരുവൻ ദൈവവ്യവസ്ഥയിൽ നിന്ന് തെറ്റിപ്പോയാൽ അവനും മറ്റുള്ളവർക്കും അവനൊരു വിനയായി മാറും. ഇസബേല് തുയഥേര ചർച്ചിൽ മറ്റുള്ളവരെ ഉപദേശിപ്പാൻ പ്രാപ്തിയായ ഒരു പ്രവാചക എന്ന് സ്വയം ചമയുക. ഭാവിക്കേണ്ടത് മീതെ ഭാവിച്ചുയരുക എന്നത് കാപട്യമാണ്. നമ്മൾ ശരിക്കും തുയഥേര സഭയെ കുറിച്ച് പഠിച്ചാൽ ദൈവസഭയുടെ അധികാരം ഈ സ്ത്രീ തട്ടിയെടുത്തു, അല്ലേ? ദൈവദാസന്മാരെ വഴിതെറ്റിച്ചു, ദൈവദാസന്മാരെ കൊല്ലുകയും ചെയ്തു. ഈ 2:21 എന്നൊരു വായിച്ച് അതിന്റെ ആ കാഠിന്യത നമുക്ക് മനസ്സിലാക്കാം. 2:21 വെളിപ്പാട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. തുയഥേര സഭ ഉപദേശ പിശകുകളെ അനുവദിച്ചു എന്ന് മാത്രമല്ല, മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതെ മറുതലിക്കുകയും ചെയ്തു. ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ക്ലാസ് ഇവിടെ നിർത്തും. എനിക്ക് അടുത്തൊരു മീറ്റിംഗ് ഉണ്ട്, ശരീരമായിട്ട് ഇച്ചിരി ക്ഷീണമുണ്ട്. എങ്കിലും ഇസബേലിന്റെ പാപക്കിടക്ക സൗഖ്യമാകാത്ത രോഗക്കിടക്കയായി തീരും എന്ന് ദൈവം പറയുക.
എന്നിട്ട് പറയാം, ദൈവ വ്യവസ്ഥ വിട്ടുപോയ ഒരു ആത്മീയ പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല. മനസ്സിലായോ? ഇത് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടും ഇത് പിന്നെ യൂട്യൂബിൽ വരുന്നത് കൊണ്ടും ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാ പറയുകയാണ്, ഞാൻ കൊന്നുകളയും. എങ്ങനെ പറയുന്നത്? മഹാവ്യാധിയാൽ കൊന്നുകളയും. കൊറോണ വന്നിട്ടും ദൈവസഭ പഠിക്കുമെന്ന് വിചാരിച്ച പല കാര്യങ്ങൾ പഠിച്ചില്ല. ഇപ്പൊ അഹങ്കാരം കൂടിക്കൂടി വരുമോ പലയിടത്തും. വെളിപ്പാട് ദിവസം 18:4 നമ്മൾ വായിക്കുന്നത്, പാതകളിൽ ഓഹരിക്കാരാകാതെ അവളെ വിട്ടുപോരുക. Praise the Lord. ഇരുപത്തിനാല് 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവസഭയ്ക്ക് പ്രബോധനം കൊടുക്കുക. തുയഥേര കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാവരും കർത്താവിനോട് അവിശ്വസ്തരായിരുന്നില്ല. ഇസബേലിന്റെ ഉപദേശത്തോട് ഒത്തുതീർപ്പിൽ എത്താത്ത ഒരു ന്യൂനപക്ഷം അവിടെ ഉണ്ടായിരുന്നു. അവരോട് കർത്താവിനൊരു സ്പെഷ്യൽ ദൂതുണ്ട്. പ്രൈസ് ഗോഡ്. ആ സ്പെഷ്യൽ ദൂത് കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. സ്പെഷ്യൽ ദൂത് ഓർത്ത് വെച്ചോണം. അതായിരിക്കും നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയായിട്ട് പഠിക്കാനുള്ളത്.